2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് അഭിമാന പോരാട്ടമായി കണക്കാക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മണ്ഡലങ്ങളിൽ ഒന്ന് അമേഠിയും മറ്റൊന്ന് റായ്ബറേലിയുമാണ്. അമേഠി കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടപ്പോൾ റായ്ബറേലി കഴിഞ്ഞ തവണ സോണിയാഗാന്ധി നിലനിർത്തിയിരുന്നു. എന്നാൽ ഇത്തവണ രാഹുൽ അമേഠിയിൽ നിന്നും റായ്ബറേലിയിലേക്ക് മണ്ഡലം മാറി വന്നതോടെയാണ് ഈ രണ്ട് മണ്ഡലങ്ങളും കോൺഗ്രസിന് അത്രയധികം പ്രധാനപ്പെട്ടതായി മാറുന്നത്. റായ്ബറേലിയിൽ രാഹുൽ ജയിക്കുകയും അതേസമയം അമേഠി തിരിച്ചുപിടിക്കുകയും വേണം. അതിനായി കോൺഗ്രസിലെ ഏറ്റവും പ്രമുഖരായ നേതാക്കളെ തന്നെയാണ് കോൺഗ്രസ് ഈ രണ്ടു മണ്ഡലങ്ങളിലേക്കും അയക്കുന്നത്. റായ്ബറേലി നിലനിർത്താനും അമേഠി തിരിച്ചുപിടിക്കാനും പുത്തൻ കരുനീക്കങ്ങളുമായി കോൺഗ്രസ് ഇറങ്ങുകയാണ്. ഹിന്ദി ഹൃദയഭൂമിയിലെ കരുത്തരായ രണ്ട് മുൻ മുഖ്യമന്ത്രിമാർക്കാണ് രണ്ടു മണ്ഡലത്തിൻ്റെയും ചുമതല നൽകിയിരിക്കുന്നത്. രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന് അമേഠിയുടെ ചുമതല നൽകിയപ്പോൾ ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിന് ലഭിച്ചിരിക്കുന്നത് റായ്ബറേലിയുടെ ചുമതലയാണ്. രണ്ടു ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടന്ന രാജസ്ഥാനിൽ ഏപ്രിൽ 26-നാണ് വോട്ടെടുപ്പ് കഴിഞ്ഞത്. 3 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഛത്തീസ്ഗഡിൽ മെയ് 7-നാണ് വോട്ടെടുപ്പ് കഴിയുന്നത്. തങ്ങളുടെ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇവർ അടുത്ത ദിവസം തന്നെ മണ്ഡലങ്ങളിലെ ചുമതല ഏറ്റെടുക്കും. ഇതുകൂടാതെ 4-5 ഘട്ടങ്ങളിലെ മുഴുവൻ പ്രചരണ പ്രവർത്തനങ്ങളും മാറ്റിവെച്ചുകൊണ്ട് മെയ് 18 വരെ പ്രിയങ്ക ഗാന്ധിയും ഈ മണ്ഡലങ്ങളിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയാണ്. മെയ് 20-നാണ് രണ്ടിടത്തും വോട്ടെടുപ്പ് നടക്കുന്നത്. ഗാന്ധി കുടുംബം തങ്ങളുടെ പരമ്പരാഗത മണ്ഡലങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്ന മാധ്യമ നെറേറ്റീവിനപ്പുറം റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുവാനും കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട അമേഠി KL ശർമ്മയിലൂടെ തിരിച്ചുപിടിക്കാനുമുള്ള പ്രചണ്ഡ പ്രവർത്തനങ്ങൾക്കാണ് ഇനിയുള്ള 13 ദിവസങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇത്തവണ സഖ്യകക്ഷികൾ കോൺഗ്രസിന് കൂട്ടായി വരുന്നത് കൊണ്ട് കൂടുതൽ പ്രതീക്ഷ UP-യിലെ ഈ മണ്ഡലങ്ങളിൽ കോൺഗ്രസിനുണ്ട്. അതോടൊപ്പം പരിചയസമ്പന്നരായ ഈ രണ്ട് നേതാക്കളുടെ സാന്നിധ്യം കൂടിയാകുമ്പോൾ രണ്ട് മണ്ഡലങ്ങളിലും നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസിന് സാധിക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്.